നമസ്കാരം. ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്ര ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് റഷ്യൻ നിർമ്മിത 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ Su-57 ഇന്ത്യയിലേക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് വിപുലമായൊരു ആയുധ പാക്കേജ് റഷ്യ ഔദ്യോഗികമായി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. വെറുമൊരു യുദ്ധവിമാനം നൽകുന്നതിന് ഉപരിയായി വിമാനത്തിൻ്റെ സ്റ്റെൽത്ത് സവിശേഷതകളും ആന്തരിക ആയുധ സംഭരണ ശേഷിയും പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ തക്ക വിധത്തിലുള്ള അത്യാധുനിക ആയുധങ്ങളുടെയും ആളില്ലാ സംവിധാനങ്ങളുടെയും ഒരു വലിയ എക്കോസിസ്റ്റത്തിനെയാണ് മോസ്കോ ഇന്ത്യക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 4ാം തലമുറ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആന്തരിക ആയുധ അറകളിൽ ആയുധങ്ങൾ സൂക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള Su-57 വിമാനത്തിനോടൊപ്പം നൽകുന്ന ഈ ആയുധശേഖരം ഇന്ത്യൻ വ്യോമസേനയുടെ പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിലെ പ്രതിരോധ ശേഷി 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. Su-57 വിമാനത്തിൻ്റെ പ്രധാന പ്രത്യേകത അതിൻ്റെ ആന്തരിക ആയുധ അറകളാണ്. സുഖോയ് 30 MKA പോലെയുള്ള പഴയ തലമുറ വിമാനങ്ങൾ ആയുധങ്ങൾ പുറത്താണ് ഘടിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ Su-57 ഫ്യൂസലേജിന് താഴെയുള്ള 2 വലിയ ആന്തരിക അറകളിലും വശങ്ങളിലായുള്ള ചെറിയ അറകളിലുമാണ് ആയുധങ്ങൾ സൂക്ഷിക്കുന്നത്. ഇത് ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ രഹസ്യമായി ആക്രമണം നടത്താൻ വിമാനത്തെ സഹായിക്കുന്നു. ഈ സാങ്കേതിക വിദ്യയ്ക്ക് അനുയോജ്യമായ ഒതുക്കമുള്ള ഒരു പുതിയ തലമുറ ആയുധങ്ങളാണ് റഷ്യ ഈ പാക്കേജിലൂടെ വാഗ്ദാനം ചെയ്യുന്നത്. Su-57 പാക്കേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്ന് Kh-69 സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലാണ്. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനും ലാൻഡ് അറ്റാക്കിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ മിസൈലിൻ്റെ ചതുരാകൃതിയിലുള്ള രൂപകൽപ്പനയും മടക്കി വയ്ക്കാൻ സാധിക്കുന്ന ചിറകുകളും വിമാനത്തിൻ്റെ ആന്തരിക അറകളിൽ എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. താഴ്ന്ന ഉയരത്തിൽ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പറക്കാൻ കഴിയുന്ന ഇതിൻ്റെ ദൂരപരിധി ഏകദേശം 290 കിലോമീറ്ററാണ്. നാവിഗേഷൻ സിഗ്നലുകൾ ശക്തമായി ജാം ചെയ്യപ്പെട്ട സാഹചര്യങ്ങളിൽ പോലും കൃത്യതയോടെ ലക്ഷ്യം കാണാൻ ഇതിൻ്റെ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കറുകൾ സഹായിക്കും. വിഷ്വൽ റേഞ്ചിനും അപ്പുറമുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത റഷ്യയുടെ ഏറ്റവും പുതിയ മിസൈലാണ് R-77M. Su-57 വിമാനത്തിനുള്ളിൽ തന്നെ സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ പരന്ന പ്രൊഫൈലുള്ള എയറോഡൈനാമിക് കൺട്രോൾ പ്രതലങ്ങളാണ് ഇതിലുള്ളത്. ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ സീക്കറുകളും ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോറും സജ്ജീകരിച്ചിരിക്കുന്ന ഈ മിസൈലിൻ്റെ പ്രഹരപരിധി 160 മുതൽ 200 കിലോമീറ്റർ വരെയാണ്. ആധുനിക യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാൻ ഇത് വ്യോമസേനയ്ക്ക് വലിയ കരുത്താകും. റഷ്യൻ പാക്കേജിലെ മറ്റൊരു പ്രധാന ആകർഷണം അവാക്സ് കില്ലർ എന്നറിയപ്പെടുന്ന R-37M മിസൈലാണ്. MiG-31, Su-35 എന്നീ വിമാനങ്ങളിൽ ഇതിനകം തന്നെ ഉപയോഗത്തിലുള്ള ഈ മിസൈൽ Su-57 വിമാനത്തിൻ്റെ സിസ്റ്റവുമായി സംയോജിപ്പിക്കാനാണ് പദ്ധതി. മാക് 6 വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിന് 400 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങളെപ്പോലും തകർക്കാൻ കഴിയും. ശത്രു രാജ്യങ്ങളുടെ മുൻനിര നിരീക്ഷണ വിമാനങ്ങൾ, ടാങ്കറുകൾ, കമാൻഡ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയെ ലക്ഷ്യമിടാൻ ഈ ആയുധത്തിന് നിഷ്പ്രയാസം സാധിക്കും. തന്ത്രപ്രധാനമായ സൈനിക നീക്കങ്ങളിൽ വഴിത്തിരിവാകുന്ന മറ്റൊരു വാഗ്ദാനം Kh-47M2 കിൻജാൽ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ചെറു രൂപമാണ്. സാധാരണ കിൻജാൽ മിസൈലുകൾ വലുതായതിനാൽ പ്രത്യേക വിമാനങ്ങളിലായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ Su-57 വിമാനത്തിൻ്റെ ആന്തരിക അറകളിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഇതിൻ്റെ ചെറിയൊരു പതിപ്പാണ് റഷ്യ വികസിപ്പിക്കുന്നത്. മാക് 10 വരെ വേഗതയും 2000 കിലോമീറ്റർ വരെ പ്രഹര പരിധിയുമുള്ള ഈ മിസൈൽ ശത്രുക്കളുടെ കനത്ത സുരക്ഷയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ പോലും തകർക്കാൻ സ്റ്റെൽത്ത് രീതിയിൽ Su-57 അവസരമൊരുക്കും. വെറും ആയുധങ്ങൾക്കപ്പുറം ആളില്ലാ യുദ്ധവിമാനമായ S-70 ഓഖോത്നിക് B സ്റ്റെൽത്ത് ഡ്രോണും ഈ എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായി റഷ്യ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. Su-57 വിമാനത്തിനൊപ്പം വിശ്വസ്ത കൂട്ടാളിയായി പ്രവർത്തിക്കാൻ കഴിയുന്ന അഥവാ ലോയൽ വിങ്മാനായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ ഡ്രോണിന് നിരീക്ഷണം, ഇലക്ട്രോണിക് യുദ്ധം, ആക്രമണം എന്നിവയ്ക്ക് പ്രത്യേക ശേഷിയുണ്ട്. ഇരട്ട സീറ്റുള്ള Su-57D വേരിയൻ്റ് ഉപയോഗിച്ച് ഒരേ സമയം ഒന്നിലധികം ഓഖോത്നിക് ഡ്രോണുകളെ നിയന്ത്രിക്കാൻ പൈലറ്റുമാർക്ക് സാധിക്കുമെന്നത് വ്യോമാക്രമണങ്ങളുടെ രീതിയെ തന്നെ മാറ്റിയെഴുതും. ചുരുക്കത്തിൽ വെറുമൊരു 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങുന്നതിനുമപ്പുറം അത്യാധുനിക ആയുധങ്ങളും ഡ്രോൺ സാങ്കേതിക വിദ്യകളും സ്വന്തമാക്കാനുള്ള അവസരമാണ് റഷ്യയുടെ ഈ നിർദ്ദേശത്തിലൂടെ ഇന്ത്യക്ക് മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വ്യോമപ്രതിരോധ ശേഷി 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിനും ഭാവിയിലെ ആധുനിക യുദ്ധമുറകളെ നേരിടാൻ ഇന്ത്യൻ വ്യോമസേനയെ സജ്ജമാക്കുന്നതിനും ഈ സമഗ്ര പാക്കേജ് നിർണായക പങ്ക് വഹിക്കുമെന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. Su-57 എന്ന 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനവും അനുബന്ധ ആയുധ പാക്കേജും ദക്ഷിണേഷ്യയിലെയും ഏഷ്യൻ മേഖലയിലെയും നിലവിലുള്ള
സൈനിക സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ കാണുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പരമ്പരാഗത എതിരാളികളായ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും സൈനിക മുന്നൊരുക്കങ്ങളെയും ആകാശ പ്രതിരോധ തന്ത്രങ്ങളെയും ഈ സമഗ്ര എക്കോസിസ്റ്റം എങ്ങനെ ബാധിക്കുന്നു എന്നത് അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ ഇന്ത്യക്ക് മേൽ മേധാവിത്വം നേടാമെന്ന ഇരു രാജ്യങ്ങളുടെയും കണക്കുകൂട്ടലുകളെ തകിടം മറിക്കുന്ന ഈ പാക്കേജ് അവരുടെ പ്രതിരോധ പദ്ധതികളെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കും. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ചൈനീസ് നിർമ്മിത J-35 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ Su-57 ഫൈറ്ററുകളും അവാക്സ് കില്ലർ ഹൈപ്പർസോണിക് മിസൈലുകൾ തുടങ്ങിയ വിനാശകരമായ ആയുധങ്ങളും സ്വന്തമാക്കുന്നത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിത്വം എന്ന ലക്ഷ്യത്തെ തന്നെ പൂർണ്ണമായും തകർക്കും. വ്യോമാതിർത്തികളിൽ പാകിസ്ഥാന് ലഭിച്ചേക്കാവുന്ന ഏതൊരു താൽക്കാലിക മുൻതൂക്കത്തെയും ഈ റഷ്യൻ പാക്കേജ് ഫലപ്രദമായി നിഷ്പ്രഭമാക്കും. ടിബറ്റ്, അക്സായ് ചിൻ മേഖലകളിൽ ചൈനീസ് വ്യോമതാവളങ്ങളിൽ നിന്ന് അത്യാധുനിക വിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താമെന്ന ബെയ്ജിങ്ങിൻ്റെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളെയും ഈ പാക്കേജ് തകർത്തെറിയും. ചൈനീസ് വ്യോമസേനയുടെ നട്ടെല്ലായ മുൻനിര നിരീക്ഷണ വിമാനങ്ങളെയും ഇലക്ട്രോണിക് വാർഫെയർ പ്ലാറ്റ്ഫോമുകളെയും വ്യോമ ഇന്ധന നിറയ്ക്കൽ വിമാനങ്ങളെയും അതിർത്തിക്കടുത്ത് പോലും വരാൻ അനുവദിക്കാതെ അതിദൂരത്ത് നിന്ന് വെടിവെച്ചിടാൻ R-37M മിസൈലുകൾക്ക് കഴിയുമെന്നത് ചൈനയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ ശൃംഖലയെ അന്ധമാക്കും. ചൈനീസ് അതിർത്തികളിൽ സ്ഥാപിച്ചിട്ടുള്ള അത്യാധുനിക ആൻറ്റി സ്റ്റെൽത്ത് റഡാർ സംവിധാനങ്ങളുടെ പോലും കണ്ണുവെട്ടിച്ച് ശത്രു മേഖലയിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലാൻ Su-57 വിമാനങ്ങളുടെ സവിശേഷമായ രൂപകൽപ്പനയും ആന്തരിക ആയുധ അറകളും സഹായിക്കും. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ കവചങ്ങളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത KH-69 സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും പ്രധാന റഡാർ സ്റ്റേഷനുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തുടച്ചു നീക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സാധിക്കും. കൂടാതെ KH-47M2 കിഞ്ചൽ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ചെറുരൂപം Su-57 വിമാനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് ചൈനയെയും പാകിസ്ഥാനെയും ഒരുപോലെ വിറപ്പിക്കുന്ന ഒന്നാണ്. മാക് 10 വരെ വേഗതയും 2000 കിലോമീറ്റർ വരെ പ്രഹരപരിധിയുമുള്ള ഈ മിസൈൽ ഉപയോഗിച്ച് അതിർത്തിക്കപ്പുറമുള്ള കനത്ത സുരക്ഷയുള്ള ഭൂഗർഭ ബങ്കറുകളും കമാൻഡ് സെൻറ്ററുകളും മിനിറ്റുകൾക്കകം തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ദൂരപരിധിയും വേഗതയും ഒത്തിണങ്ങിയ ഈ ആയുധം ഏത് ശക്തനായ ശത്രുവിൻ്റെയും പ്രതിരോധ കോട്ടകളെ നിസ്സാരവൽക്കരിക്കും. പാകിസ്ഥാനും ചൈനയും സൈനികമായി ഒത്തൊരുമിച്ച് ഇന്ത്യയെ ഇരുവശത്തു നിന്നും നേരിടാൻ ശ്രമിക്കുന്ന ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സമ്പൂർണ്ണ റഷ്യൻ പാക്കേജ് ഇന്ത്യക്ക് ആകാശത്ത് അജയ്യമായ മുൻതൂക്കം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇരു രാജ്യങ്ങളുടെയും സംയുക്ത വ്യോമ പ്രതിരോധ ശൃംഖലയെ ഫലപ്രദമായി പ്രതിരോധിക്കാനും ഏതൊരു കടന്നുകയറ്റ ശ്രമത്തെയും തുടക്കത്തിൽ തന്നെ തകർത്തെറിയാനും ഈ ആവാസ വ്യവസ്ഥ ഇന്ത്യയെ പ്രാപ്തമാക്കും. ചുരുക്കത്തിൽ റഷ്യയുടെ Su-57 ഫൈറ്റർ ജെറ്റും അനുബന്ധ ആയുധ പാക്കേജും ഇന്ത്യ സ്വീകരിക്കുന്നത് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും പ്രതിരോധ മേധാവിത്വമെന്ന വ്യോമോഹങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകും. സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ, ഹൈപ്പർസോണിക് പ്രഹരശേഷി, ദൂരക്കാഴ്ചയുള്ള മിസൈലുകൾ എന്നിവ ഒന്നുചേരുന്ന ഈ സമ്പൂർണ്ണ പാക്കേജ് ദക്ഷിണേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥ പൂർണ്ണമായും ഇന്ത്യക്ക് അനുകൂലമായി നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായി മാറാൻ പോകുന്നതാണ് റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്ന Su-57 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനവും അനുബന്ധ ആയുധ പാക്കേജും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.